ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് ആണ്. ഒരു വെറൈറ്റി സാൻഡ്വിച്ച് ആണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ബ്രെഡിൻ്റെ 4 മൂലയും ഇതുപോലെ ആക്കി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് കക്കിരി, തക്കാളി, മല്ലിച്ചപ്പ്, ഇത് മൂന്നും ഇതുപോലെ അരിഞ്ഞ് വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് എല്ലില്ലാത്ത ചിക്കന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ കൈവച്ച് നന്നായി പീസാക്കി എടുക്കുക. ബ്രെഡിലേക്ക് മയോണൈസ് നന്നായി തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചിക്കൻ ഇടുക. എല്ലായിടത്തും ചിക്കൻ ഇടുക. പിന്നെ ഇതുപോലെ ഒരു തക്കാളി, ഒരു കക്കിരി, പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ആക്കി വെക്കാം. ഇനി വേണ്ടത് അതിനുള്ള ദോശയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ജാറെടുത്ത് അതിലേക്ക് 5 സ്പൂൺ മൈദ ഇടാം. പിന്നെ ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂട്ടി നന്നായി അരച്ചെടുക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വലിയ ദോശയാക്കി എടുക്കണം. ഇനി ദോശയിലേക്ക് ബ്രെഡ് വെക്കാം. എന്നിട്ട് നന്നായിട്ട് 4 മൂലയും ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഒഴിക്കാം. ബ്രെഡിൻ്റെ 4 മൂലയും മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് മിൽമ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് 4 മൂലയും ഫ്രൈ ചെയ്തെടുക്കാം. 4 മൂലയും നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.